നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഒഴിവാക്കി. ഇത്തവണത്തെ പൂരം ആചാരപരമായ ആഘോഷം മാത്രമായി നടത്താൻ ഉന്നതതല യോഗത്തിൽ ധാരണയായി. സാധാരണ 1 മണിക്കൂർ ഉണ്ടായിരുന്ന കുടമാറ്റം 15 മിനിറ്റാക്കി. 10-ൽ താഴെ കുടകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. സാധാരണയായി പൂരം അവസാനിക്കുന്ന സമയത്താണ് വെടിക്കെട്ട് നടത്തുക. ഇത്തവണ ഈ വെടിക്കെട്ടിന് പകരം കതിന പൊട്ടിക്കും. അതേസമയം ആനകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും മേളത്തിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടാവില്ല. 15 ആനകൾ വീതം ഇരുപക്ഷത്തുമായി അണിനിരക്കും. പകൽപൂരത്തിനു ശേഷമുള്ള പകൽ വെടിക്കെട്ടും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഘടകക്ഷേത്രങ്ങൾക്ക് നൽകേണ്ട ആനകളുടെ കാര്യത്തിലും അവിടുത്തെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാറ്റമില്ലാതെ തുടരും. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് ശാലയിൽ വൻ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് 14 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. പൊള്ളലേറ്റ 11 പേർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കണ്ണൂരിൽ കടുത്ത ചൂടിനെ തുടർന്ന് സൂര്യാതപമേറ്റ് യുവാവ് മരിച്ചു. പള്ളിപ്പോയിൽ സ്വദേശി സനൽകുമാറാണ് മരിച്ചത്. കിണർമണിക്കിടെ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുഴഞ്ഞു വീണ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ സൂര്യാതപമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് കഠിനമായി തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഠിനമായ ചൂട് നിലനിൽക്കുന്നതിനാൽ നിർജ്ജലീകരണം സംഭവിക്കാതെ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. തമിഴ്നാട് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. ബംഗാളിൽ 3 മണി വരെ 78.8%, തമിഴ്നാട്ടിൽ 70% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാർ മൂലം ചിലയിടങ്ങളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. അതിനിടെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ മുർഷിദാബാദ് ജില്ലയിലെ നൌഡയിൽ ബോംബേർ. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മുഖംമൂടി ധരിച്ചെത്തിയ ഒരു കൂട്ടം ആളുകൾ ജനക്കൂട്ടത്തിന് നേരെ ബോംബെറിയുകയായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. അക്രമത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് അഗർവാൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കാനെത്തിയ ആം ജനതാ ഉന്നയൻ പാർട്ടി സ്ഥാപകൻ ഹുമായൂൺ കബീറിനെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഇതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. അക്രമകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണം ആരംഭിച്ചെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ദാരുണാന്ത്യം. തെക്കൻ ലബനനിലെ അൽ തൈരിയിലുണ്ടായ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തക അമൽ ഖലീലാണ് കൊല്ലപ്പെട്ടത്. അമലിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ സൈനം ഫർജിന് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലെ കാറിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ അടുത്തുള്ള വീട്ടിൽ ഇവർ അഭയം പ്രാപിച്ചെങ്കിലും ആ വീടിന് നേരെയും ആക്രമണമുണ്ടായി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അമലിനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുത്തത്. ആദ്യം ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്ന 2 ലെബനീസ് പൗരന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തങ്ങൾ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ടല്ല ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. അപ്രതീക്ഷിതമാണ് രാജി. വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെയാണ് ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെന്റഗൺ പ്രഖ്യാപിച്ചത്. രാജിക്ക് വ്യക്തമായ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ജോൺ ഫീലന് പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഏർപ്പെടുത്തിയ ശക്തമായ നാവിക ഉപരോധം തുടരുന്ന ഘട്ടത്തിലാണ് ഈ മാറ്റം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ഗതാഗതം തടഞ്ഞതും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കിയതും നിലവിലെ വെല്ലുവിളികളാണ്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടക്കുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണിത്. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് നേവി സെക്രട്ടറിയുടെ പടിയിറക്കം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഏപ്രിൽ 8-ന് വെടിനിർത്തൽ ധാരണ ഉണ്ടായെങ്കിലും ഇറാനെ സാമ്പത്തിക ഉപരോധത്തിലാക്കാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ സ്ഥിതി പിന്നെയും വഷളാക്കി. ഇതേ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ഈ നയതന്ത്ര സൈനിക പ്രതിസന്ധികൾക്കിടയിലാണ് US നാവികസേനയുടെ തലപ്പത്ത് രാജി. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് യൂണിറ്റിൽ ജീവനക്കാർ നേരിട്ട ലൈംഗിക പീഡനത്തെയും മതപരിവർത്തന ശ്രമങ്ങളെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഓഫീസിലെ കമ്പ്യൂട്ടർ പാസ്വേഡുകൾ പോലും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചാണ് സേവ് ചെയ്തിരുന്നതെന്ന് ഇരയായ യുവതി വെളിപ്പെടുത്തി. വനിതാ കമ്മീഷന് മുൻപാകെ മൊഴി നൽകുന്നതിനിടയിലാണ് പരാതിക്കാരി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പരിശീലന കാലം മുതൽ തന്നെ പ്രതികളിൽ ഒരാളായ റസാ മേമൻ തന്നെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഇയാൾ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി അശ്ലീല സംഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. റസാ മേമൻ യുവതിയുടെ മതവിശ്വാസത്തെയും വികാരങ്ങളെയും ഹീനമായി അപമാനിച്ചു. ഇക്കാര്യം കമ്പനി മാനേജറോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും യുവതി പറയുന്നു.
പോക്സോ കേസിൽ പ്രതിയായ HRDS സ്ഥാപക ചെയർമാൻ അജി കൃഷ്ണന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഡൽഹി സഗേത് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി അജി കൃഷ്ണന് നിർദ്ദേശം നൽകി. അതേസമയം കേസിലെ ഇരയായ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാനും കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. പ്രായപൂർത്തിയാകാത്ത തന്റെ മകളെ അജി കൃഷ്ണൻ പീഡിപ്പിച്ചെന്ന് HRDSലെ ജീവനക്കാരൻ നൽകിയിരിക്കുന്ന പരാതി. തന്നെ ജോലിക്കായി ദൂരസ്ഥലത്തേക്ക് അയച്ച ശേഷമായിരുന്നു അതിക്രമം. തന്നെ ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റിയത് അറിഞ്ഞപ്പോഴാണ് മകൾ സംഭവം പറഞ്ഞതെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ കൗൺസിലിംഗ് നടത്തിയ ശേഷം വനിതാ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. സ്ട്രോങ് റൂം കാവൽ ഡ്യൂട്ടിക്കിടെ മുങ്ങിയ ജവാന്മാരെ കണ്ടെത്തി. കോട്ടക്കൽ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് സൂക്ഷിച്ച ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലെ സ്ട്രോങ് റൂം ഡ്യൂട്ടി ചെയ്തിരുന്ന 2 പേരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായതായി പരാതി ഉയർന്നത്. തുടർന്ന് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ആസാം UP സ്വദേശികളായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇവർ ക്യാമ്പിൽ തിരിച്ചെത്തുകയായിരുന്നു. ഇരുവരും ലീവ് സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിരുന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷന് പിന്നിലെ ആളൊഴിഞ്ഞ ഭാഗത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് ഇവർ മൊഴി നൽകി. കാണാതായെന്ന് പരാതി തീർപ്പാക്കിയെന്നും കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് പറഞ്ഞു. പേരാമ്പ്ര സ്ട്രോങ് റൂം വിവാദത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF കോടതിയെ സമീപിക്കുന്നു. വീഴ്ച വ്യക്തമായിട്ടും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കളക്ടർ നടപടിയെടുത്തില്ലെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ സ്ട്രോങ് റൂമുകൾ അനുമതിയില്ലാതെ തുറന്നെന്നാണ് UDFന്റെ ആരോപണം. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്ന വാദവുമായാണ് റിട്ടേണിംഗ് ഓഫീസർ മുന്നോട്ട് വരുന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.